പ്രിയപ്പെട്ടവരെ, ഇന്ന് 26/4/2026 കേരളത്തിൻ്റെ അഭിമാനമായ തൃശ്ശൂർ പൂര ദിവസം. പൂരത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവർക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് നമുക്ക് തൃശ്ശൂർ പൂര സ്റ്റാളിന് ഉള്ളിലേക്ക് കടക്കാം. ഇന്ന് എന്നോടൊപ്പം എൻ്റെ മരുമകളുടെ അച്ഛൻ കൂടിയുണ്ട്. അദ്ദേഹം ഇവിടെ പാറമേക്കാവ് ക്ഷേത്ര കമ്മിറ്റിയിലെ അംഗമാണ്. അതുകൊണ്ട് ഇവിടെ ഏത് അവസരത്തിലും പോകാനുള്ള പാസ് അദ്ദേഹത്തിനുണ്ട്. പേര് സന്തോഷ്, പൊതുപ്രവർത്തകൻ കൂടിയാണ്. സ്റ്റാൾ കാണാത്തവരും ഇവിടെ നിന്നും സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും പൂരം കഴിഞ്ഞതിന് ശേഷം വേണം വരാൻ. നാളെ മുതൽ ഇവിടെ ടിക്കറ്റ് ചാർജ് കുറയും. അതേപോലെ തന്നെ ഇവിടുത്തെ സാധനങ്ങൾക്കും വിലക്കുറവുണ്ടാകും. എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട്. അതാത് സ്ഥലം, അതാത് കച്ചവടങ്ങൾ. കാരണം ഇവിടുത്തെ സ്ഥലത്തിൻ്റെ സൗകര്യമനുസരിച്ചാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മളിവിടെ പൂരത്തിന് വന്നാൽ പിന്നെ വർഷാവർഷം നമ്മൾ അറിയാതെ തന്നെ തൃശ്ശൂർ പൂരം നഗരിയിൽ ഓടിയെത്തും. കാരണം ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവമായി മാറും. സന്തോഷം മുന്നിൽ നടന്നു വിശദീകരിക്കും. അദ്ദേഹം ഇവിടെ കയറി കഴിഞ്ഞതാണ്. എനിക്ക് വേണ്ടിയാണ് വരുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനേക്കാളും ഞാൻ ഉദ്ദേശിക്കുന്നത് പൂരത്തിൻ്റെ ചരിത്രം പറയാനാണ്. കാഴ്ചകൾക്കിടയിൽ അതും കൂടിയാകാം. 18-ാം നൂറ്റാണ്ടിൽ ശക്തൻ തമ്പുരാനാണ് ഈ പൂരാഘോഷത്തിന് തുടക്കം കുറിച്ചത്. 18-ാം നൂറ്റാണ്ടിലെ കേരളം ഇന്നത്തെ പോലെ ഒരു സംസ്ഥാനമായിരുന്നില്ല. പല പല ചെറിയ രാജ്യങ്ങളിലായി അത് വിഭജിച്ച് കിടന്നു. കൊച്ചിൻ, തിരുവിതാംകൂർ, മലബാർ ഇവയൊക്കെ തമ്മിൽ ഭിന്നതയും അധികാര പോരാട്ടങ്ങളും പതിവായിരുന്നു. കൂടാതെ ഹൈദരലിയും പിന്നീട് ടിപ്പു സുൽത്താനും മലബാർ മേഖലയിൽ ആക്രമണം നടത്തി. ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തിന് തന്നെ തകർത്തു. പല ദേശങ്ങൾക്കും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായി. കൊച്ചി രാജ്യം ശക്തമായിരുന്നില്ല. പുറത്തുനിന്നുള്ള ഭീഷണിയും അകത്തുള്ള പ്രശ്നങ്ങളും. തൃശ്ശൂർ ഇന്നത്തെ പോലെ ഒരു വലിയ നഗരമല്ലായിരുന്നു. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വടക്കുംനാഥ ക്ഷേത്രം ഒരു ആത്മീയ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. പ്രധാനമായും ഒരു മതകേന്ദ്രം. ചുറ്റും ചെറിയ ദേശങ്ങൾ, ഓരോന്നിനും സ്വന്തം ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും. പക്ഷേ ഇവ തമ്മിൽ ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല. ഇവിടെ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും മൊബൈൽ കവറും വിൽക്കുന്ന ഒരു കടയുണ്ട്. വാച്ചുകൾ ധാരാളമുണ്ട്. എൻ്റെ ക്യാമറ കണ്ടപ്പോൾ അവർ തുള്ളിച്ചാടാൻ തുടങ്ങി. ഈ സ്റ്റാളുകളിൽ എന്തെല്ലാം ഉണ്ടെന്നും അതിൻ്റെ വിശദവിവരങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രധാന വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോകും. ഏകോപനമില്ലാതിരുന്ന ചെറിയ ദേശങ്ങളെ ഒന്നിപ്പിച്ച് തൃശ്ശൂരിനെ ഒരു കേന്ദ്ര നഗരമാക്കി രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാക്കുക, അതായിരുന്നു ശക്തൻ തമ്പുരാൻ്റെ ഉദ്ദേശം. അദ്ദേഹം എല്ലാ ചെറിയ പൂരങ്ങളെയും ആഘോഷങ്ങളെയും ഏകീകരിച്ച് ഒരു വലിയ പൂരമാക്കി. അതാണ് ഇന്നത്തെ തൃശ്ശൂർ പൂരം. ഈ ഏകോപനത്തെ തടസ്സപ്പെടുത്താൻ കാലാകാലങ്ങളായി ഇവിടെ സാംസ്കാരിക, രാഷ്ട്രീയ, മതഭേദമന്യേ ചില ചിത്രശക്തികൾ ശ്രമിക്കുന്നു. അവരാണ് മാമാങ്കം പോലുള്ള ഏകോപനങ്ങളെ നിർത്തിവെച്ചത്. ഇന്നത്തെ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങായ വെടിക്കെട്ട് നിർത്തിവെച്ചു. ആനകളുടെ എണ്ണം കുറച്ചു. കുടമാറ്റ സമയം കുറച്ചു. കാലങ്ങൾക്കതീതമായി പരശുരാമൻ നിർമ്മിച്ച് എന്ന് കരുതപ്പെടുന്ന ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഇന്നുള്ളത് പരശുരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണോ? ഈ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്ന മതപഠന കേന്ദ്രങ്ങൾ എവിടെ? ഇപ്പോൾ പ്രതിമകളുടെയും വളകളുടെയും ഒക്കെ കടകളാണ്. ഇതൊരു മിഠായി സ്റ്റാളാണ്. നാരങ്ങ മിഠായി, സിഗരറ്റ് മിഠായി, കടല മിഠായി, പിന്നെ റോസ്റ്റ് ചെയ്ത കടലകൾ, അണ്ടിപ്പരിപ്പ്, ഇതിൻ്റെയൊക്കെ കടകൾ ധാരാളം ഇവിടെയുണ്ട്. പുസ്തക സ്റ്റാളുകളിൽ ചിലപ്പോൾ നമ്മൾ വായനാശീലം ഉള്ളവർ ആഗ്രഹിക്കുന്ന ചില പുസ്തകങ്ങൾ കിട്ടിയെന്ന് വരും. പൂക്കളുടെ ലോകമാണ് ഇത്. വീടുകളിൽ അലങ്കാരത്തിന് അനുയോജ്യം. വേഗം വാടി കരിഞ്ഞു പോകില്ലല്ലോ, പ്ലാസ്റ്റിക് അല്ലേ. ഇതും കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിസ്ഥലങ്ങളാണ്. പല പല ടൂൾസുകൾ. സൈഡിൽ മുളക് ബജിയുടെ കട. മുളക് സ്റ്റാളുകളിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത് തന്നെ മനോഹര കാഴ്ചയാണ്. ഇനി പൂരത്തിൻ്റെ വിശേഷങ്ങൾ ബാക്കി പറയാം. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയത്തിലാണ് വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടമാണ് ഈ മഹോത്സവത്തിൻ്റെ കേന്ദ്രം. ഈ ഉത്സവത്തിലെ മുഖ്യ എതിരാളികൾ പാറമേൽക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രവും തമ്മിലാണ്. ഇരുവരും തമ്മിലുള്ള സൗഹൃദ മത്സരമാണ് പൂരത്തെ ആവേശമാക്കുന്നത്. അലങ്കരിച്ച ആനകൾ, സ്വർണ്ണ നെറ്റിപ്പട്ടം, വെള്ളക്കുട, ആലവട്ടം, വെഞ്ചാമരം, കുടമണി. പൂരത്തിന് എത്തുന്ന ആനകളെ രാജാവിനെപ്പോലെ അലങ്കരിക്കും. എന്നിട്ട് അതിനെ നടത്തിക്കും. അതാണ് എഴുന്നള്ളിപ്പ്.
ഉച്ചയ്ക്ക് ശേഷം ആയിരക്കണക്കിന് കാതുകൾക്ക് ഇമ്പം പകരുന്ന മേളങ്ങളുടെ മേജിക്ക്. വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് മഹാമേളം, ചെണ്ട, ഇലത്താളം, കുഴൽ, മദ്ദളം, കൊമ്പ്, ചെങ്ങില, 6 വാദ്യങ്ങളുടെ അത്ഭുതം. അതാണ് പൂരം, അതാണ് മേളത്തിൻ്റെ അത്ഭുതം. ഇവിടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റാളുണ്ട്. ഇവിടെ നിന്നും പമ്പുകളും തെങ്ങുകയറ്റ മിഷനറികളും നല്ലയിനം വിത്തുകളും തൈകളും വാങ്ങാൻ കഴിയും. ഫോട്ടോകളുടെയും പ്രതിമകളുടെയും സ്റ്റാർ. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ പ്രദർശനമേള. ഈ കുടകളെ കണ്ടോ? 100 കണക്കിന് കുടകൾ. പാറമേൽക്കാവ് ഭഗവതിയുടെ അതാണ്. ഇതേപോലെ തിരുവമ്പാടി ക്ഷേത്രത്തിലും ഉണ്ടാവും. വൈകുന്നേരമാകുമ്പോൾ LED ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വർണ്ണവിസ്മയം തീർത്ത് ആകാശത്ത് ഈ കുടകൾ നിവരും. പൂരപ്രേമികൾ ആവേശഭരിതരായി തുള്ളിച്ചാടും. ഇതാണ് കുടമാറ്റം. മണിക്കൂറുകൾ ഈ കുടകൾ മാറി മാറി മറയുന്ന കാഴ്ച. ഓരോ കുടയും ഓരോ കലാസൃഷ്ടിയാകുന്ന കാഴ്ച. രാത്രിയാകുമ്പോൾ ആകാശം തന്നെ പൂരത്തിന് വേദിയാകും. തിരുവമ്പാടിയുടെയും പാറമേൽക്കാവിൻ്റെയും മത്സര വെടിക്കെട്ട്. ഇത് ലോകപ്രശസ്തമാണ്. ശബ്ദവും പ്രകാശവും ചേർന്ന് തൃശ്ശൂർ നഗരത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാഴ്ച. ഇത്തവണ വെടിക്കെട്ടില്ല. കുടമാറ്റം 15 മിനിറ്റിന് ഒതുക്കി. 40 80 ആനകൾ നിറഞ്ഞ സ്ഥലത്ത് 15 30 ആനകൾ മാത്രം. ഈ അണിയറ നാടകത്തിൻ്റെ സൂത്രധാരന്മാർ ആരാണ്? നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ നശിപ്പിക്കുന്നവരാരാണ്? പൂരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തെ കുറേശ്ശെ കൊല്ലുകയല്ലേ ഇവർ ചെയ്യുന്നത്? തൃശ്ശൂർ പൂരം ഒരു മതാഘോഷമല്ല, മഹാസംഗമമാണ്. കേരളത്തിൻ്റെ പാരമ്പര്യം, കല, സംഗീതം, സാമൂഹിക, രാഷ്ട്രീയ, കേരള ജനതയെ ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകാനുള്ള ശക്തൻ തമ്പുരാൻ്റെ ഉറച്ച തീരുമാനത്തിൻ്റെ ആദ്യത്തെ കാൽവയ്പായിരുന്നു. അത് നിലനിർത്തേണ്ടതും തലമുറയ്ക്ക് കൈമാറേണ്ടതും സംരക്ഷിക്കേണ്ടതും ജാതി മത വർഗ വ്യത്യാസമില്ലാതെ കേരളത്തെ ജനതയുടെ കടമയാണ്. പ്രിയപ്പെട്ടവരെ, തേക്കിൻകാട് മൈതാനത്ത് ഇന്ന് നടക്കുന്ന കുടമാറ്റ ദൃശ്യം കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
Yeah?